ഹായ് നമസ്കാരം. നമ്മളെ സ്പോർട്സ് കേരളം ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നവംബർ 14, 2024 ഫുട്ബോൾ അപ്ഡേറ്റാണ്. നമുക്കറിയാം ഇന്ന് ക്ലബ്ബ് തലത്തിലുള്ള മത്സരങ്ങളൊന്നുമില്ല. അതേസമയം അന്താരാഷ്ട്ര മത്സരങ്ങൾ ഇന്ന് ആരംഭിക്കുന്നുണ്ട്. 2026 യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയിലും അയൽ രാജ്യങ്ങളുമായി നടക്കുന്ന ഫിഫ ലോകകപ്പിൻ്റെ യോഗ്യതാ മത്സരങ്ങളാണ് ഇന്ന് ഏഷ്യയിലും തെക്കേ അമേരിക്കയിലുമൊക്കെ നടക്കുന്നത്. ഇന്ന് ആദ്യം നടക്കുന്ന മത്സരം നമുക്കറിയാം ഓസ്ട്രേലിയയിൽ വെച്ചാണ്. ഓസ്ട്രേലിയയും സൗദി അറേബ്യയും തമ്മിലാണ് ആദ്യ മത്സരം. അത് ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് ശേഷം 2:30 ജപ്പാൻ ഉൾപ്പെടുന്ന ഗ്രൂപ്പിലാണ് സൗദി അറേബ്യയും ഓസ്ട്രേലിയയും ഉള്ളത്. ഈ ഗ്രൂപ്പിൽ ഒന്നാം സ്ഥാനത്ത് ഇപ്പോൾ ഉള്ളത് ജപ്പാനാണ്. രണ്ടാം സ്ഥാനത്തിന് വേണ്ടി മത്സരിക്കുന്ന ടീമുകളാണ് ഓസ്ട്രേലിയയും സൗദി അറേബ്യയും. ജയിക്കുന്ന ടീമുകൾ ആയിരിക്കും രണ്ടാം സ്ഥാനത്ത് ഉണ്ടാവുക. വൈകുന്നേരം നടക്കുന്ന മറ്റൊരു കളിയിൽ ശക്തരായ ഇറാൻ വടക്കൻ കൊറിയയെ നേരിടും. അതേ സമയത്ത് തന്നെ വൈകുന്നേരം 5:30 തെക്കൻ കൊറിയയും കുവൈത്തും തമ്മിലും മത്സരമുണ്ട്. തെക്കൻ കൊറിയയുടെ ഗ്രൂപ്പിൽ തെക്കൻ കൊറിയയാണ് ഒന്നാം സ്ഥാനത്ത്. ഇറാൻ്റെ ഗ്രൂപ്പിൽ ഇറാനാണ് ഒന്നാം സ്ഥാനത്ത്. അതേസമയം ഇറാൻ്റെ ഗ്രൂപ്പിൽ രണ്ടാം സ്ഥാനത്തുള്ള ഉസ്ബെക്കിസ്ഥാനും ഖത്തറും തമ്മിൽ ഇന്ന് രാത്രി ഏറ്റുമുട്ടുന്നു. അത് രാത്രി 9:30 ശേഷം. പിന്നീട് ലോകകപ്പ് യോഗ്യതാ മത്സരങ്ങൾ നടക്കുന്നത് തെക്കേ അമേരിക്കയിലാണ്. നമുക്കറിയാം ഇന്ന് രാത്രി പുലർച്ചെ 2:30 ബ്രസീലും വെനീസുലയും തമ്മിലാണ് ആദ്യ മത്സരം. പുലർച്ചെ 5 മണിക്ക് ശേഷം അർജൻറ്റീനയും പരാഗ്വേയും തമ്മിൽ കളിയുണ്ട്. പരാഗ്വേയിൽ വെച്ചാണ് കളി. സ്റ്റേഡിയത്തിലേക്ക് അർജൻറ്റീന ജേഴ്സിയാണ് ആരും വരരുതെന്ന് പരാഗ്വേയുടെ മുന്നറിയിപ്പുണ്ട്. നാളെ ഉച്ചയ്ക്ക് ശേഷം ജപ്പാനും ഇന്തോനേഷ്യയും തമ്മിൽ മത്സരമുണ്ട്. യൂറോപ്പിൽ ഇന്നും മത്സരങ്ങളുണ്ട്. പക്ഷേ അത് ലോകകപ്പ് യോഗ്യതാ മത്സരങ്ങളല്ല, യൂറോപ്യൻ യുവേഫ നാഷൻസ് കപ്പിന് വേണ്ടിയുള്ള മത്സരങ്ങളാണ്. ഇന്ന് പ്രമുഖ ടീമുകൾക്ക് മത്സരമുണ്ട്. ഇംഗ്ലണ്ടിന് കളിയുണ്ട്. പക്ഷേ ഇതിന് പ്രധാന കളിക്കാരൊന്നും എത്തിയിട്ടില്ല. ഫോഡൻ, പാമർ തുടങ്ങിയ കളിക്കാരൊന്നും എത്തിയിട്ടില്ല. ഇതിനെതിരെ ബയൺ മ്യൂണിക്കിൻ്റെ ഹാരി കെയ്ൻ പറഞ്ഞത് കളിക്കാർ രാജ്യത്തിന് മുൻഗണന കൊടുക്കണം എന്നാണ്. മറ്റൊരു മത്സരത്തിൽ എർലിംഗ് ഹാലൻഡിൻ്റെ നോർവേ സ്ലോവേനിയയെ നേരിടും. രാത്രി 1:30 കളി. എർലിംഗ് ഹാലൻഡ് മത്സരത്തിൽ പങ്കെടുക്കുന്നുണ്ട്. വേറെ ഒരു മത്സരത്തിൽ ഫ്രാൻസും ഇസ്രായേലും തമ്മിൽ കളിയുണ്ട്. ഫ്രാൻസിന് വേണ്ടി എംബാപ്പെ തുടങ്ങിയ പ്രമുഖരൊന്നും കളിക്കുന്നില്ല. ആഫ്രിക്കയിലും ഇന്ന് നടക്കുന്ന ആഫ്രിക്കൻ നാഷൻസ് കപ്പിന് വേണ്ടിയുള്ള മത്സരങ്ങളാണ്. മറ്റൊരു അപ്ഡേറ്റ് ഇന്ന് പത്രത്തിൽ കണ്ടത് റോഡ് വാൻ നിസ്റ്റർലോയെക്കുറിച്ചാണ്. നമുക്കറിയാം മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെ 4 മത്സരങ്ങളിൽ മികച്ച രീതിയിൽ നയിച്ചിട്ടും അദ്ദേഹത്തിന് ടീമിൽ നിന്ന് പുറത്തു പോകേണ്ടി വന്നു. അതുകൊണ്ട് പ്രീമിയർ ലീഗിലെ മറ്റ് ടീമുകൾ, വെസ്റ്റ് ഹാം, ക്രിസ്റ്റൽ പാലസ് പോലുള്ള ടീമുകൾ അവർ ഇദ്ദേഹത്തിൻ്റെ സേവനം കിട്ടുമെന്ന് അന്വേഷിക്കുന്നുണ്ട് എന്ന് പത്രത്തിൽ വായിച്ചു. ഇത്രയൊക്കെയാണ് ഇന്നത്തെ ഫുട്ബോൾ അപ്ഡേറ്റ് ഉള്ളത്. അടുത്ത അപ്ഡേറ്റുമായിട്ട് വരുന്നവരെ നമസ്കാരം. താങ്ക് യു.